ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് GI പൈപ്പിലാണ്. ഫുള്ളി GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഹാൻഡ് റെയിൽസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാൻഡ് റെയിൽസ് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഈ ഒരു ഹാൻഡ് റെയിൽസിന് അറൌണ്ട് ഒരു ജിപ്സം സീലിങ്ങിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കുന്ന ഒരു ടെക്നിക്കാണത്. ഈ ഒരു വീടിന്റെ വർക്ക് ചെയ്തിട്ടുള്ള റിന്യൂ ബിൽഡേഴ്സിലെ നീരജ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഈ ഒരു വീടിന് എത്രയായി ടോട്ടൽ ബഡ്ജറ്റ്? വർക്കിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഈ തണുപ്പ് കാലം വരുമ്പോ വീർക്കുക, ഓപ്പൺ ആക്കാൻ പറ്റാണ്ടാവുക, പിന്നെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ പലതരത്തിലുള്ള ചതലിന്റെ പ്രശ്നങ്ങൾ, ചില സ്ഥലങ്ങളിലൊക്കെ ചതലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു തലവേദനയാണ്. വിൻഡോസ് ആണെങ്കിലും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് WPC ചെയ്യാറുണ്ട്, അതുപോലെ സ്റ്റീലും. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റീലാണ്. അഞ്ജു നേവി വ്ളോഗിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എക്സ്റ്റീരിയർ തുടങ്ങുന്ന ഞങ്ങൾ ഇന്ന് ഇൻറ്റീരിയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് തന്നെയാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ മാക്സിമം ചിലവ് കുറയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഇൻറ്റീരിയറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 സെൻറ്റ് പ്ലോട്ടിൽ 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ചെമ്മാപ്പള്ളി രാമനുണ്ണി സന്ധ്യ ദമ്പതികളുടേതാണ് ഈ വീട്. ഈ ഒരു ഹാൻഡ് റെയിലായാലും ഇവിടുത്തെ സീലിങ്ങുകളായാലും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിലാട്ടോ നിൽക്കുന്നത്. നല്ലതായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ കാണുന്നത് ഒരു L ഷേപ്പ് സോഫയാണ്. ഒരു ക്രീം പാറ്റേണിലാണ് ഈ ഒരു സോഫ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേ ഒരു പാറ്റേണിലാണ് ഇവരുടെ കർട്ടൻസ് ആയാലും ചുമരിലെ പെയിൻറ്റിങ്ങുകളായാലും കൊടുത്തിട്ടുള്ളത്. കർട്ടൻസൊക്കെ സീബ്ര ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് TV യൂണിറ്റും അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കൊച്ചു പൂജാമുറിയുടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. റെഡിമെയ്ഡ് സാധനമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ലൈറ്റ്സിൽ കുറേ വേരിയൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിംഗിൾ സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ TV ഒക്കെ കാണുമ്പോൾ ഒരു ഡിം ലൈറ്റ് മതിയെങ്കിൽ അതിനുള്ള രീതിയിലും, അതല്ല നമുക്ക് കുറച്ചും കൂടെ വാം ലൈറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് ലൈറ്റ് സീലിങ്ങിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ മൊത്തം ചെയ്തിരിക്കുന്നത് 8x4 ടൈലാണ്. നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് വരുമ്പം ചെറിയൊരു പാസേജ് വഴി ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ഒരു വീട്ടിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയിലും ഓപ്പൺ കിച്ചണിലും മാത്രമാണ്. ബാക്കി ഡൈനിങ് ഏരിയയിലായാലും റൂംസിലൊക്കെ ആയാലും കോൺക്രീറ്റിൽ ഡയറക്റ്റ് LED ബൾബ്സ് കൊടുത്തിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ജിപ്സം സീലിങ്ങിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കുന്ന ഒരു ടെക്നിക്കാണത്. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പം 2 സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. അത് നേരെ കാഴ്ച വരുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇന്നത്തെ ട്രെൻഡ് ഓപ്പൺ കിച്ചണാണ്. പ്ലൈവുഡ് ആൻഡ് മൈക്കയിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പാണ്. അത് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വുഡൻ ഷെയ്ഡുള്ള മൈക്ക തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കിച്ചൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വുഡൻ ഷെയ്ഡിലുള്ള മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നതൊക്കെ ഒരു ഗ്രേ പാറ്റേണിലാണ് എടുത്തിട്ടുള്ളത്. ഈ കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന സ്റ്റോറേജ് സ്പേസിലൊക്കെ G പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ ഒരു G പ്രൊഫൈൽ ഹാൻഡിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ കബോർഡിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഡോർസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇൻഡക്ഷൻ, അതുപോലെ തന്നെ മിക്സി, കുറച്ച് ആക്സസറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഹോബ് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ആ ഒരു കബോർഡ്സിൻ്റെ കണ്ടിന്യൂറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് പോലെ അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരാണെങ്കിൽ ഇവിടെ ഒരു പ്യൂരിഫയറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈഡ്രോളിക് യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലഗ്, അതുപോലെ വാട്ടർ വരാനുള്ള പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് GTPT യൂണിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണും കൂടെ ഉണ്ട്. ഒരു വിറകടുപ്പും അതുപോലെ തന്നെ ഒരു സിങ്കും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വീട്ടിൽ നമുക്ക് കാണാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ്. 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂംസ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന FRP ഡോർസ് ആണ്. ഫ്രെയിമോട് കൂടി ഒരു 12,000 റുപ്പീസാണ് ചാർജ് വന്നിരിക്കുന്നത്. ഫിറ്റിംഗ് ചാർജ് അടക്കമാണ് വരുന്നത്.
ഇവിടെ ഒരു ബെഡ് അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിലും സീലിങ്ങിൽ ജിപ്സം സീലിംഗ് ഒന്നല്ല ചെയ്തിട്ടുള്ളത്, കോൺക്രീറ്റിൽ തന്നെ ലൈറ്റിന് സ്പോട്സ് കൊടുത്തിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതേ സൈസിൽ തന്നെ വേറൊരു ബെഡ്റൂമും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഡൈനിങ് ഹാളിൽ വരുമ്പോൾ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ ആണ്. കുറച്ചും കൂടെ ഏരിയ കൂടുതലുള്ളതുപോലെ കൂടെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇവരുടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടെ ലൈറ്റ് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് GI പൈപ്പിലാണ്. ഫുള്ളി GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഹാൻഡ് റെയിൽസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാൻഡ് റെയിൽസ് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഈ ഒരു ഹാൻഡ് റെയിൽസിന് അറൗണ്ട് 25,000 ഒക്കെ ആയിട്ടുള്ളൂ. നമ്മുടെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷിൽ വരുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൈസറിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈല് തന്നെയാണ്. നമ്മൾ മുകളിലേക്ക് കയറുമ്പം ഇവിടെ ഒരു ജാളി വർക്ക് കാണാം. പടിഞ്ഞാറ് ഭാഗമാണ് പിറകുവശം വരുന്നത്. അവിടെ നിന്നുള്ള ലൈറ്റും നല്ല കാറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ടോപ്പിൽ അവിടെയും ഒരു ഗ്ലാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ കോൺക്രീറ്റ് വർക്ക് വന്നിട്ട് അതിന് മുകളിൽ ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ഈ രണ്ടിന്നുള്ള ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലൊന്നും ഈ വീട്ടിൽ ഒരു ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുള്ള വെളിച്ചം തന്നെ റൂമിലേക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ജാളിക്കൊക്കെ മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊതുകിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വീടിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആക്കുന്നത് ഈ ജാളി വർക്കിന്ന് വരുന്ന ലൈറ്റ്സ് ആണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂംസ് ആണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതിന്റെ ഡോർ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോർ ആണ്. താഴത്തെ ബെഡ്റൂംസ് ആയാലും റെഡിമെയ്ഡ് ഡോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡോർ FRP ഡോർസ് ആണ് വരുന്നത്. ഇതിന്റെ ഫ്രെയിം അടക്കം അവർ ഫിറ്റ് ചെയ്ത് വരുന്ന ചാർജ് അറൗണ്ട് 12,000 rupees ആണ്. ബെഡ്റൂമിലേക്ക് വരുമ്പം ഒരു ബെഡും അതുപോലെ തന്നെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബൊക്കെ പ്ലൈവുഡ് ആൻഡ് മൈക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ ഹൗസ് ഓണറുടെ മകൻ തന്നെ ചെയ്ത വർക്കാണ്. അതുകൊണ്ട് ലേബർ കോസ്റ്റ് ഒന്നുമില്ല, മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഡ്രസ്സിംഗ് ടേബിളിനുള്ളൊരു സ്പേസ് ഒഴിച്ചിട്ടുണ്ട്. അവർക്കും ഇനി ചെയ്യാനുള്ളതാണ്. അതിനുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. ഒരു അപ്പർ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഫർണിച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. TV യൂണിറ്റിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അപ്പർ ലിവിംഗ് എന്നാണ് ബാൽക്കണി സ്പേസ് വരുന്നത്. GI പൈപ്പും ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നല്ലൊരു പുഴയുടെ വ്യൂ ഒക്കെ കാണാനുണ്ട്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണിത്. അപ്പർ ലിവിംഗ് നമ്മൾ വരുമ്പം ഈ ഒരു സൈഡിലായിട്ടാണ് ഇവരുടെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ളിലും ഫർണിച്ചേഴ്സ് ഒന്നും ഇപ്പം വെച്ചിട്ടില്ല. നല്ലൊരു റൂം സ്പേസ് ഉണ്ട്. ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് കാര്യങ്ങളും വന്നിട്ടില്ല. ഇതെന്നാണ് നെക്സ്റ്റ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഈ ഡോർ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ഡോറാണ്. ഇതും ഫ്രെയിം അടക്കം 25,000 റേറ്റ് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ബാൽക്കണി വരുന്നത്. ഇതും ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് GI പൈപ്പിലാണ്. GI പൈപ്പ്സും പെയിന്റ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ദിവാൻ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നിങ്ങളെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റുകളായിട്ട് ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീടിന്റെ വർക്ക് ചെയ്തിട്ടുള്ള റിന്യൂ ബിൽഡേഴ്സിന് നീരജ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഈ ഒരു വീടിന് എത്രയായി ടോട്ടൽ ബഡ്ജറ്റ്? 2,300 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളൊരു എന്റെ അങ്കിളുടെ തന്നെ വീടാണ്. അതുകൊണ്ട് തന്നെ നമ്മള് കുറെ ലേബർ ചാർജിലൊക്കെ ഇവര് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊരു കോൺട്രാക്ട് ബേസിസിലല്ലായിരുന്നു വർക്ക്, സൂപ്പർവിഷൻ ആയിട്ടായിരുന്നു. അപ്പൊ ഇതില് എടുത്ത് പറയുകയാണെങ്കിൽ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊന്നും ലേബർ ചാർജ് വന്നിട്ടില്ല. അവളുടെ മകൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ അത്ര എക്സ്പെൻസ് വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഡോർസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഡോർ ആണ് വുഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ ഡോർസ് ഒക്കെ സ്റ്റീലിലാണ്. റൂമിലെ ഡോർസ് ആയാലും FRP ഡോർസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തമ്മിലൊക്കെ ഉള്ള ഡിഫറൻസ് പറയും. ഞാൻ കൂടുതലും
ഏറ്റവും നല്ല ഡോറ ഞാൻ പറയാം സ്റ്റീൽ ഡോർ തന്നെയാണ്. പിന്നെ ചിലർ ഇപ്പോഴും സ്റ്റീൽ ഡോർ ഉണ്ടെങ്കിലും കൂടി ചിലർ ഇപ്പോ ഈ പറഞ്ഞ വുഡൻ തന്നെ വേണം, മെയിൻ ഡോർ തേക്കിൽ തന്നെ വേണം, അങ്ങനെ ആവശ്യം പറയണവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തേക്കിൽ കൊടുക്കാൻ കാരണം. അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഡോർ സ്റ്റീൽ ഡോർ തന്നെയാണ്. റേറ്റിന് വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ആണെങ്കിലും ഒറ്റ കീയിൽ തന്നെ നമുക്ക് എല്ലാ ഫ്രെയിമിന്റെ 3 ഭാഗത്തേക്ക് നമുക്ക് ലോക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രെയിം ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി, നമ്മൾ തേക്കിൽ മരത്തിൽ കാണുന്നേക്കാൾ നല്ല ഹെവി. ഇതിപ്പോ സിംഗിൾ ഡോറാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ മെയിൻ ഡോർ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല കാണാനൊക്കെ ഭയങ്കര ലുക്കിലുള്ള ഇതാണ് വരുന്നത്. പിന്നെ അതിന്റെ ലോക്ക് ആണെങ്കിലും പിന്നെ അത്യാവശ്യം കാലം നമുക്ക് വാറണ്ടി ഒക്കെ കിട്ടുന്നുണ്ട് കമ്പനി തന്നെ. ഇത് ഹവായി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ഇപ്പൊ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. പിന്നെ FRP വരുന്നതിനും 10 വർഷത്തോളം വാറണ്ടി വരുന്നുണ്ട്. ലോക്കിന് ഒഴിച്ച് അതിന്റെ ഇതിനൊക്കെ ഫിസിക്കൽ ഡാമേജ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കംപ്ലൈൻസും അവർ നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ തേക്കില് മരത്തിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഈ തണുപ്പ് കാലം വരുമ്പോ വീർക്കുക, ഓപ്പൺ ആക്കാൻ പറ്റാണ്ടാവുക, പിന്നെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ പലതരത്തിലുള്ള ചതലിന്റെ പ്രശ്നങ്ങള്, ചില സ്ഥലങ്ങളിലൊക്കെ ചതലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു തലവേദനയാണ്. വിൻഡോസ് ആണെങ്കിലും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് WPC ചെയ്യാറുണ്ട്, അതുപോലെ സ്റ്റീലും. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റീലാണ്. സ്റ്റീലാണ്. സ്റ്റീലിൽ ചെയ്തിട്ട് നമ്മൾ വുഡൻ വരച്ചിരിക്കുകയാണ്. അപ്പൊ കാഴ്ചയിലൊക്കെ വുഡനായിട്ട് തോന്നും. പിന്നെ സ്റ്റീലിന്റെ ആയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് അടയ്ക്കുമ്പോഴൊക്കെ ഒരു സൗണ്ട് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് നേരെ കുറച്ച് ഇതിലാണെങ്കിൽ ഈ സൗണ്ടാണ് വരിക. ശരിക്കും മരത്തിൽ ഫീലിംഗ് തന്നെയായിരിക്കും. സ്റ്റീലാണെന്ന് നമുക്ക് തോന്നില്ല. നിങ്ങളുടെ രണ്ടാമത്തെ വർക്കാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 2 സ്ഥലത്തും ഒരു ജാളി വർക്ക് കണ്ടു. എന്തുകൊണ്ടാണ് ജാളി കൂടുതൽ യൂസ് ചെയ്യുന്നത്? ജാളി വർക്ക് നമ്മളിപ്പോ ജാളി വർക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസും ഗ്രില്ലും ചെയ്യുന്ന ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ മിക്കതും ഇതുപോലെയുള്ള ഒരു സ്പേസിലൊക്കെ മിക്കതും ആൾക്കാർ ഇത് ഓപ്പൺ ചെയ്യാനൊന്നും വെക്കില്ല. അപ്പൊ ഈ ജാളി വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പ്രത്യേകിച്ച് വന്നിട്ട് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ഒരു ഓപ്പൺ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് അതിൽ നിന്നുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോസ് കാര്യങ്ങളൊക്കെ അതിന് നമ്മൾ ഇതിലിപ്പോ ഔട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയത് അങ്ങനെ വിസിബിൾ ആവില്ല, ബ്ലാക്ക് കളറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊതുകിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പടിഞ്ഞാറ് സൈഡാണ്. എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ ഇവിടെ ഉണ്ടാവും. നല്ല ചൂടുകാലാണെങ്കിൽ കൂടി എപ്പോഴും ഒരു എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ അകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ നിൽക്കും. സ്ഥിരമായിട്ട് വീട് ഉപയോഗിക്കുന്നവർക്ക് അത് അറിയില്ല, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേക്കും. അപ്പൊ അതൊക്കെ എപ്പോഴും ഇങ്ങനെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ ചൂട് കൂടുമോ? ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ ചൂട് കൂടുതലൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ എയർ സർക്കുലേഷൻ ആണല്ലോ നമ്മൾ വിൻഡോ ഉപയോഗിക്കുന്നത്. അത് ഒരു പെർമനന്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചുണ്ടാവും, പക്ഷെ ചൂട് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ജാളി ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഉള്ള ഒരു വെയിലടിക്കലുണ്ടാവില്ല. കാരണം അത് അത്ര തിക്നെസ്സിലുള്ള ഒരു സംഭവമാണല്ലോ. ഗ്ലാസ് ആണെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞ വലിയൊരു പോർഷനിലേക്ക് വെയിലായിരിക്കും വരിക. ഇതിപ്പോ ഈ കാണുന്ന പോലെ നമുക്ക് ഇതുപോലെ ഒരു പാറ്റേൺ ആയിട്ട് ഒരു ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു എയർ സർക്കുലേഷനും പിന്നെ ചൂടിന് അത്രയും കുറവായിരിക്കും. ഓപ്പൺ കിച്ചനോട് കൂടിയിട്ടുള്ള ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉള്ള ഒരു വീഡിയോയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീരജ് ആൻഡ് രേഷ്മ ദമ്പതികളുടെ ഫേമായിട്ടുള്ള റിന്യൂ ബിൽഡേഴ്സ് ആണ് ഈ ഒരു വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തൃശ്ശൂർ, എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചയിലേക്ക് പോകാം. 10 സെൻറ്റ് പ്ലോട്ടിൽ 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് എക്സ്റ്റീരിയർ വർക്ക് ഇവിടെ പെൻഡിങ് ഉണ്ട്. ഫ്ലോറിൻ്റെ ആയാലും അതുപോലെ തന്നെ പോർച്ചിൻ്റെ വർക്കും ഇവിടെ പെൻഡിങ് ഉണ്ട്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെങ്കിൽ 2 ബാൽക്കണീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബാൽക്കണിയിൽ ഹാൻഡ് റെയിൽസ് ആണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബാൽക്കണിയിൽ ഗ്ലാസിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. പുറമെ 2 വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുറമെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ വളരാനുള്ള സമയമെടുക്കും. വളർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വീടിൻ്റെ ലുക്ക് ഒന്നും കൂടെ മാറുന്നതായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പം സിറ്റ് ഔട്ട്, ഒരു ലോങ് സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് പേവ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഗ്ലാസ് ഈ ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ പിന്നെ വരുന്നത് മെയിൻ ഡോറാണ്. വലിയൊരു ഡോറാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണ്. ഇത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്.
വീഡിയോ കാണുന്ന നിങ്ങൾ പലരും പുതുതായിട്ട് വീട് പണി കഴിയുന്നതായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ വീഡിയോ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ജു NV വ്ളോഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ഞങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്